ഹലോ ഫ്രണ്ട്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ലേസിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. ആദ്യമായി മണ്ണിൽ കൃഷി ചെയ്ത ഉരുളക്കിഴങ്ങുകളെ വിളവെടുക്കുകയാണ് ആദ്യത്തെ പ്രോസസ്സ്. അതിനുശേഷം അവയെ ഒരു മെഷീനിലൂടെ കടത്തിവിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കുന്നു. അതിനുശേഷം ക്വാളിറ്റി ചെക്കപ്പാണ്. കേടുപാടുള്ള ഉരുളക്കിഴങ്ങുകളെ മാറ്റിയെടുക്കുന്നു. അതിനുശേഷം നല്ല ഉരുളക്കിഴങ്ങുകളാണോ എന്നറിയാൻ വേണ്ടി ഒരു ഉരുളക്കിഴങ്ങിൽ pH ഉണ്ടോ എന്ന് നോക്കുന്നു. അതാണ് ഈ കാണുന്നത്. pH 80-നും 100-നും ഇടയിലായിരിക്കണം. അതാണ് നല്ല ഉരുളക്കിഴങ്ങുകൾ. അതിനുശേഷം അവയെ വേറൊരു മെഷീനിലേക്ക് തട്ടുന്നു. അതിനുശേഷം നല്ല രീതിയിൽ ഒരു പ്രാവശ്യം കൂടി കഴുകിയെടുക്കുന്നു. കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങുകളെ കോരിമാറ്റി ഒന്നും കൂടിയും കഴുകിയെടുക്കുന്നു. അപ്പോൾ അതിൽ മണ്ണുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങുകളെ വേറൊരു മെഷീനിലേക്ക് മാറ്റുന്നതോടെ തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങായി മാറി വരുന്നു. അതിനുശേഷം അവയെ സ്ലൈസിംഗ് മെഷീനിലൂടെ കടത്തിവിടുന്നു. സ്ലൈസ് ചെയ്ത ഉരുളക്കിഴങ്ങുകളെ ഒന്നും കൂടി കഴുകിയെടുക്കുന്നു. സ്ലൈസ് ചെയ്ത ഉരുളക്കിഴങ്ങുകളെ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അടുത്ത പ്രോസസ്സ്. ഇതിലൂടെ നല്ല ക്രിസ്പിയായി മാറുന്നു. ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങുകളെ ഫ്ലേവർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നല്ല ഫ്ലേവറുള്ള ലേസായി മാറുന്നു. ലേസിനെ ഓരോ പാക്കറ്റിൽ ഇത്ര ഗ്രാം വീതം പാക്ക് ചെയ്തെടുക്കുന്നു. അതിനായി പ്രത്യേകം മെഷീനുകളുണ്ട്. പാക്ക് ചെയ്ത ലേസ് പാക്കറ്റുകളെ പെട്ടിയിലാക്കുക എന്നതാണ് അടുത്ത പ്രോസസ്സ്. അതും കുറച്ചു നേരം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ് കൂടിയാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.